തീരുമാനം? നിന്നിവിടെ എന്ത് നോക്കണമെന്നാ പറയണ? നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ? ലക്ഷ്മി ആസ്പത്രിയിൽ കൊണ്ടുപോയത് തൊട്ടിലിട്ട് പുന്നാരിക്കണോ നിന്നെ? ആ കോടതിന്റെ അച്ഛന്റെ അല്ല കോടതി അന്നൊന്നും വെറുതെ ഇരിക്കുന്നു. പറയാതെ പോടി നീ ചൂണ്ടി വർത്താനം പറയാതെ പോടി നീ. ആ പിന്നെ നീ അന്നൊന്നും ഉണ്ടാതിരിക്കുന്നു. അവിടെ പോകട്ടെ, പോയിട്ട് വന്നോളൂ. ഇതൊക്കെ പോട്ടെ അമ്മമാര്. അവളോടൊന്നും സംസാരിക്കേണ്ട, അതൊക്കെ വള്ളി പൊട്ടിയ കേസാണ്. അമ്മ ചായ എടുത്തേ, അവള് പോട്ടെ. ചായ ഒന്നുമില്ല, ഗ്യാസ് തീർന്നേക്കണല്ലേ. ഗ്യാസ് തീർന്നേക്കണല്ലേ. തീർന്നത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തൂടെ? വിളിച്ച് ബുക്ക് ചെയ്യാത്തോ? നടന്നത് എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ അവള് വീട്ടിൽ പോണോന്നും പറഞ്ഞിട്ട് ഒരേ ബഹളം. രാവിലെ പല്ലി വെച്ച് ഒരു കുട്ടി പുട്ട് തിന്നണ കണ്ട് ഇവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇടക്കിടക്ക് ഇങ്ങനെയാണ് അവരോട് ഒരു സ്വസ്ഥതയില്ല. ഇതെന്തെന്ന് നിന്റെ കൈക്ക് കാര്യം പറയാത്താണ്ട്. ഇന്നലെ രാത്രി ബൈക്കിൽ വരുന്ന സമയത്തെ ആ റോട്ടിൽ നിന്ന് പട്ടി കുറുകച്ചാണ്. രാഘവേട്ട ഒരു സമാധാനം ഇല്ല ഇവിടെ. ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ നിക്കണം ഇവിടെ ടെൻഷൻ അടിച്ചിട്ട്. സത്യം പറയല രാഘവേട്ട, ആശിച്ച് മോഹിച്ചത് ഈ വീട് ഉണ്ടാക്കി വെച്ച് എന്നിട്ട് അതിൽ കയറിയിട്ട് ഒരു സമാധാനവും കിട്ടണില്ല ഇവിടെ. ഒരു സമാധാനം. ഇവിടുത്തെ കക്കൂസ് എവിടെയാ? തൂറാൻ കൂട്ടിട്ട് വന്ന അല്ല, കക്കൂസ് എവിടെയാ നിർമ്മിച്ചേ? അതകത്താണ്, 3 കന്നിമൂലക്കാ? അതൊന്നും അറിയാൻ പാടില്ല. ഇത് വാസ്തു ഒന്നും നോക്കിയിട്ടില്ല നിങ്ങൾ വീട് കെട്ടുമ്പോ? വാസ്തു നോക്കിച്ചിട്ട് തന്നെ വെച്ചാ വലിയൊരു പണിക്കരെ കൊണ്ടെന്ന് കാണിച്ചാണ്. അങ്ങനെ ഏതെങ്കിലും ആപ്പനെ കൊണ്ട് കാണിച്ചിട്ട് പറ്റൂലെന്ന്. ശരിക്കും വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിക്കണം. അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ നമുക്ക് ഒന്നുകൂടി കാണിച്ചാലാ? എന്തിനാണ് ഇവിടെ പിന്നെ എന്ന് ഈ ബഹളം വെച്ച് ഇവിടെ കുഴപ്പം വന്നോണ്ടിരിക്കൂലേ എന്ന് ഈ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ രാഘവേട്ട? ആ, ഒരാളുണ്ട്. അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. സുഗതൻ എന്ന പേര്. രാവിലെ തുടങ്ങും അയാളുടെ ആളുകള് ക്യൂ നിൽക്കും. അല്ല, അയാൾ അത്ര പ്രശസ്തനാന്ന്. അല്ല, ഇപ്പൊ നമുക്കൊന്ന് കാണണമെങ്കിൽ എന്താ ഉണ്ട്? നമുക്ക് കാണണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാം. ആ, അയാള് കർണാടകത്തില് തമിഴ്നാട്ടിലും എല്ലാം പോകുന്ന ആളാണ്. ഞാൻ നോക്കിട്ട് പറയാം. എത്ര തിരക്കാണെങ്കിലും 4 ക്ലോസറ്റ് നോക്കണമെന്ന് പറയണം. അല്ല, ഇനി അതിനൊരു കുഴപ്പമുണ്ടാകണ്ട. ഇല്ല. ഈ വടക്കോട്ട് നമ്മൾ ഇറങ്ങുന്ന ഡോർ അപ്പുറത്തില്ലേ? അത് ആ സൈഡിലാണ്. ആ സൈഡിൽ അപ്പുറത്താണ്. ഇത് ഇങ്ങനെ ഇവിടുന്ന് വരുന്നത് ഒരു ബെഡ്റൂമാണോ? ഇതാ ഇത് ബെഡ്റൂം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടെയാ വിറകൊക്കെ വെക്കാനുള്ളൊരു സ്ഥലമാണിത്. ഇങ്ങനെ ഒരു ഷെഡ് നമ്മൾ കെട്ടുമ്പോ അത് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലോ ഒരു 5 അടിയെങ്കിലും അകലം വേണം, അല്ലെങ്കിൽ അത് ദോഷമാണ്. 5 അടി കുറവാ. അത് 3 അടിയുള്ളൂ. അപ്പൊ അതൊരു 2 അടി ഇങ്ങോട്ട് പൊളിച്ച് നിൽക്കണം കേട്ടോ. 5 അടി നീക്കിയിട്ട് ഷെഡ് കെട്ടണമെന്ന് പറ, എഴുതിക്കോ കേട്ടോ. പൊളിക്കണം, വേറെ പണിയണമെന്നും പറയുന്നുണ്ട്. പ്ലാവ അല്ല, ഇത് പ്ലാവ. മരങ്ങളൊക്കെ പ്ലാവാണ് അല്ലേ? എല്ലാം പ്ലാവാണ്. മരങ്ങളൊക്കെ പ്ലാവാണ്. അല്ല, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്? ഇപ്പൊ അവിടുന്ന് മഴവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിട്ടേ. വടക്ക് വശത്ത് മുറ്റം എപ്പോഴും ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഇടാൻ പാടില്ല.
കേട്ടോ. ഇത് ഇവിടുന്ന് തൊട്ട് അതുവരെ തൂർക്കണത്. എന്താ കോൺക്രീറ്റ് ചെയ്ത് തൂർക്കണം. ഒറ്റ സ്റ്റെപ്പാക്കണം. ഇതിങ്ങനെ 3 തട്ടായ ദോഷമാണ് കേട്ടോ. എന്തെങ്കിലും പറ്റിയോ? ആ ദോഷമാണ് അത് കേട്ടോ. ഇത് അടുക്കളയല്ലേ? ഇതെടുക്കാം. അടുക്കളയുടെ ഡോറ് വടക്ക് വശത്തേക്ക് കുഴപ്പമില്ല. ഇത് പ്ലാവാ? പ്ലാവാണ്. അതും ഇത് കട്ടിലൊക്കെ പ്ലാവാണ്. എല്ലാം പ്ലാവാണ്. അയ്യോ ഇത് ടൈലാണ്. ടൈലാ. ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1 2 വാട്സാപ്പിൽ നോക്കിയാൽ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോ ഇത് വരവ്, ആ ഇത് ചെലവ്, ഇത് വരവ്. ഈ വരവില് നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറണം. ഇത് പാല് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി വെക്കുമ്പോ ചെലവായി. അപ്പൊ ഒരു സ്റ്റെപ്പ് കളയണം കേട്ടോ. ചെലവ് കൂടും. അടുക്കളയിൽ ചെലവ് കൂടും. എന്ത് മേടിച്ചാലും നമുക്ക് തരില്ല. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം കേട്ടോ. 2 സ്റ്റെപ്പ് ആക്കണേ. കഞ്ഞിമൂല ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ചേട്ടാ ഇതൊക്കെ ലെവലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് അടിച്ച മണ്ണാണോ? ഇല്ല, പഴയ വീട് പൊളിച്ചിട്ട് ആ തറയിലുണ്ടായ മണ്ണാ. ആ ശ്മശാനം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇല്ല, ശ്മശാനം പച്ചാളത്തല്ലേ? അതല്ല നമ്മുടെ തറവാട്ടിൽ തന്നെ തെക്ക് വശത്ത് മറവ് ചെയ്തവരുടെ മണ്ണ് മാന്തിയിട്ട് നമ്മൾ ഈ മുറ്റം നികത്തിയെങ്കിൽ ദോഷം കാണും. നമുക്ക് നോക്കാം അല്ലെ, എന്ത് ദോഷം നമുക്ക് പരിഹരിക്കാലോ. അപ്പൊ അവര് എടുത്തു വെക്കണമായിരുന്നു, സംസ്കരിക്കാതെ എടുത്തു വെക്കണമായിരുന്നു. ദോഷമല്ല. എന്തൊക്കെ അവൻ പറയുന്നു? അവന് ബുദ്ധിയില്ലാഞ്ഞിട്ട്. ആ ബുദ്ധിയില്ലായ്മയാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവണത്. പിന്നെ മണ്ടുവമ്മേ, മൊത്തത്തില് ദോഷങ്ങളാണ് കാണുന്നത്. ദോഷമുണ്ട്. എന്റെ മോന്റെ കൈ കണ്ടില്ല. ഇവന്റെ ജീവിതം ഇപ്പൊ എന്താണെന്ന് ഓർത്തോണ്ടായിരിക്കണത്. ദോഷങ്ങൾ ഉണ്ടാവും. ഒരു വീട് പണിയുമ്പോ വാസ്തു നോക്കിയിട്ട് വേണം പണിയാൻ. അല്ല, വാസ്തു നോക്കിയിട്ട് തന്നെ പണിതത്. കുഞ്ഞപ്പ മേസ്ത്രിയാണ് ഇതിന്റെ വാസ്തു നോക്കിയത്. കുഞ്ഞപ്പനൊക്കെ എന്താ അറിയാ? ആള് വേണ്ടത് എത്ര വീടാശം പൊളിച്ചിരിക്കുന്നു. ഇതും പൊളിക്കേണ്ടി ചില തടസ്സങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കട്ടിലൊക്കെ ഏത് മരം കൊണ്ടാ പണിതേക്കണ്? അത് പ്ലാവാണ്. ആരാ പറഞ്ഞു ഈ പ്ലാവ് കൊണ്ടുള്ള കട്ടിലൊക്കെ വെക്കാൻ? അത് കോൺട്രാക്ടർ മൊയ്ത് പറഞ്ഞ് പ്ലാവ് നല്ല മരമാണ്, കട്ടിലേഞ്ചലിലൊക്കെ പ്ലാവ് തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ കോൺട്രാക്ടർമാരൊക്കെ കാശ് ലാഭിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പലതും പറയും. ഒരിക്കലും കട്ടിലകൾ പ്ലാവ് കൊണ്ട് പറ്റില്ല. പ്ലാവ് ദേവന്റെ വൃക്ഷാണ്. ദേവന്റെ അല്ല, ഇത് അച്ഛന്റെ പറമ്പിൽ തന്നെ എന്ന് വെച്ചാൽ പ്ലാവാണ് നമ്മൾ വെട്ടി അർപ്പിച്ച് കട്ടില പണിത്. അതല്ല പറഞ്ഞത്, ദേവവൃക്ഷാണെന്ന്. ദേവന്മാരുടെ വൃക്ഷം. ആ കട്ടില ഒരിക്കലും മുൻവശത്ത് വെക്കാൻ പാടില്ല. ഈ കുടുംബത്തിലുള്ള സ്ത്രീകള് മാസമുറ സമയത്ത് ഈ പ്ലാവിന്റെ കട്ടിളപ്പടി താണ്ടി കിടക്കുന്നത് ദേവന്മാർക്ക് ഇഷ്ടപ്പെടിക്കില്ല. അതങ്ങനെയാണ്. അപ്പൊ അതൊരു ദോഷാണ്. അതെ, ദേവന്മാരെ ഡേറ്റ് നോക്കി നമ്മുടെ കട്ടിലപ്പടിയുടെ അടിയിൽ വന്നിരിക്കല്ലേ. അതുകൊണ്ടാണ് ചില അനർത്ഥങ്ങൾ ഉണ്ടാവണത്. ഇപ്പൊ ഇയാളുടെ ഭാര്യ ഇവിടുന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ? ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും. അതാണ്. പിന്നെ ഒരു സംഭവം ഞാൻ നോക്കിയത്, സ്റ്റെപ്പ്, വീടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പ്, അതവിടെ 3 എണ്ണാണ്. 3 സ്റ്റെപ്പ് പാടില്ല. 3 സ്റ്റെപ്പ് ആവുമ്പോ നമ്മള് വരവ്, ചെലവ്, വരവ്, പിന്നെ അകത്തേക്ക് എടുത്തു വെക്കുന്നത് ചെലവാ. അപ്പൊ എപ്പോഴും ചെലവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പടിയൊന്നും ഇല്ലാത്ത ഷെഡുകളിൽ ചെലവേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നേരെ വരവല്ലേ. ഇതാട്ടോ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്ന വരവാ. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചിട്ടാണ്. പിന്നെ കക്കൂസ് സ്ഥാനത്ത് കെട്ടുകൊണ്ട് മാത്രമില്ല, ഈ ക്ലോസറ്റ് വെക്കണതിന് ഒരു രീതിയുണ്ട്. ഇതെന്തിനാ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചേക്കണത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്ലംബർ അതിന്റെ സൗകര്യം കയ്യും കാലും വിട്ടാതെ. അങ്ങനെയല്ല, സൂര്യഭഗവാനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. സൂര്യനെ മുഖം തിരിഞ്ഞു വരുന്നു വേണം കാര്യങ്ങൾ സാധിക്കാൻ. അപ്പൊ കിഴക്കോട്ടായിരിക്കണം. അതിനിപ്പോ ക്ലോസറ്റ് മാറ്റണ്ടല്ലോ, നമ്മ ഒന്ന് പുറം തിരിഞ്ഞിരുന്നാ പോരെ, തിരിഞ്ഞിട്ട്. അതെന്താ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനർത്ഥങ്ങളൊക്കെ മാറും. അപ്പൊ അതൊക്കെ ചെയ്യാം. അപ്പോ വണ്ടിയുടെ വാടകയും ദക്ഷിണ എന്താ വെച്ചാ കൊടുക്കാം. പിന്നെ പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം. ഇയാള് ഒഴിവുപോലെ എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരിക. പ്രതിവിധി ഇല്ലാത്ത കാര്യങ്ങളില്ല, ഒക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുമ്പോ ഇപ്പൊ നോക്കി ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എന്നാ അത് നടക്കട്ടെ, മേടിച്ചിട്ട് വന്നോളൂ. നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോണില്ല. പുള്ളിയുടെ മാലയുടെ കനം കൂടുന്നേ ഉള്ളൂ. പുള്ളിയുടെ മാലയുടെ കനം കൂടുന്നു, നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടൂലെന്ന്. നിനക്ക് ഇത്രയും കേട്ടിട്ട് നിന്റെ മനസ്സ് മാറിയില്ലേ? അപ്പൊ കുഞ്ഞപ്പ പണിക്കര് നോക്കിയിട്ട് പ്രശ്നം ഒരിക്കലും തീരാൻ പോകണടാ. വണ്ടിക്കാശ് കൊടുക്കാൻ കൊടുത്തോ. എന്റെ അടുത്തില്ലേ? നിന്റെ അടുത്ത് കൊടുത്തില്ല, നീ ഞാൻ കൊടുത്തോളാം. ഈ 2 എണ്ണത്തിനെയും കൊണ്ട്. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.